ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയുന്നത് 83-ാമത്തെ അധ്യായമാണ്. 10 അതിൽ ആ ഗ്രഹണക്കുളിയുടെ ബാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഗോപസ്ത്രീകളെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബാക്കിയുള്ള ബന്ധുജനങ്ങളോടൊക്കെ കുശല പ്രശ്നം നടത്തുകയാണ്. ഭഗവാൻ ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും കുശല പ്രശ്നം നടത്തുന്നു. ആരോട്? ഗോപികളുടെ സർവസ്വമായ ഭഗവാൻ അവരോട് വർത്തമാനം പറഞ്ഞതിന് ശേഷം പാണ്ഡവന്മാരെയൊക്കെ കണ്ടു, ധർമ്മപുത്രരെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടായി? ഭഗവാനോട് പാണ്ഡവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാഞ്ചാലി എന്ത് ചെയ്തു? പാഞ്ചാലി ഭഗവത് പത്നിമാരോടാണ് സംസാരിക്കുന്നത്. കുരുസ്ത്രീകളും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി ഭഗവത് പത്നിമാരുടെ ചുറ്റുപാടും കൂടി അവരോടായിട്ട് സംസാരിക്കുകയാണ്. പാഞ്ചാലി ഓരോരുത്തരായിട്ട് വിളിച്ച് പറയുന്നുണ്ട്, എന്ത് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെ ഭഗവാൻ വിവാഹം കഴിച്ചത് ആ കഥ പറഞ്ഞു തരൂ എന്നാണ് പാഞ്ചാലി പറയണത്. അല്ലാണ്ട് അവിടെ വെച്ച് വലിയൊരു സത്സംഗത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവരവരുടെ വിവാഹക്കാര്യം പറയാൻ താല്പര്യമാണ്. പിന്നെ ഭഗവാനെ വിവാഹം കഴിക്കുമ്പോൾ പിന്നെ ഭഗവാൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നല്ലൊരു സത്സംഗമായി. ഭഗവാനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയണത്. അങ്ങനെ പാഞ്ചാലി അവരോട് പറയാണ്, ഹേ വൈദർഭി അശ്രുതോ ഭദ്രേ, ഹേ ജാമ്പവതി കൗസലേ, ഹേ സത്യഭാമേ കാളിന്തി, ശൈബ്യേ രോഹിണി ലക്ഷ്മണേ, ഹേ കൃഷ്ണപത്ന്യ ഏതന്നോ ബ്രൂതവോ ഭഗവാൻ സ്വയം, ഉപയേമേ യഥാലോകം അനുകൂവൻ സ്വമാഹയ. എങ്ങനെയാണ് ഭഗവാനെ വിവാഹം കഴിച്ചെന്ന് ചോദിക്കുക. ഇതൊരു നല്ല രസമുണ്ട്. ബാക്കിയുള്ള 8 പത്നിമാരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പത്നിയുടെ പേരും കൂടിയും പറഞ്ഞു, രോഹിണി. രോഹിണി അത് ആരാന്ന് അറിഞ്ഞൂടാ ഇതുവരെ. ആർക്കെങ്കിലും അറിയിച്ചാൽ എനിക്കും കൂടി പറഞ്ഞു തരണം കേട്ടോ. ഈ രോഹിണി ആരാന്ന് ബാക്കി എല്ലാ പത്നിമാരും അവരവരെ എങ്ങനെയാണോ ഭഗവാനെ വിവാഹം കഴിച്ചതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഈ രോഹിണിയാണെങ്കിൽ എങ്ങനെയാ വിവാഹം കഴിച്ചതെന്ന് പറയണമില്ല. അപ്പൊ 16,108 എന്ന് പറയണോ 9 എന്ന് പറയണോ അറിയില്ല. ആ രോഹിണി ആരാന്ന് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കേണ്ടതാണ്. അങ്ങനെ അവരോടൊക്കെ പറയാണ്. അപ്പൊ എന്തുണ്ടായി? അവരെല്ലാവരും ഭഗവാൻ എങ്ങനെയാണോ തന്നെ കല്യാണം കഴിച്ചത് എന്നുള്ള വിശേഷങ്ങൾ പറയാണ്. രുക്മിണി പറഞ്ഞു ഇങ്ങനെ രാക്ഷസ വിധി പ്രകാരം വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോയി. സത്യഭാമ പറഞ്ഞു ഇങ്ങനെ ആ സെമന്തകമണിയുടെ കഥ പറഞ്ഞു. ജാമ്പവതിയും പറഞ്ഞു സെമന്തകമണി അന്വേഷിച്ച് വന്നിട്ട് ഇടി കൂടിയിട്ട് കല്യാണം കഴിച്ചതാണ്, എന്നെ അച്ഛനെ ഇടിച്ച് തോൽപ്പിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. കാളിന്തി പറഞ്ഞു ഞാൻ തപസ് ചെയ്യായിരുന്നു, ഭഗവാനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ച് തപസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് തപസ് ചെയ്തപ്പോഴാണ് വിവാഹം കഴിച്ച് അർജുനനും കൃഷ്ണനും കൂടി ആ വഴിക്ക് പോകുമ്പോഴാണ് ചോദിച്ച് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. മിത്രവിന്ദ പറഞ്ഞു വിന്ദാനുവിന്ദന്മാരുടെ അനിയത്തിയായ മിത്രവിന്ദനെ അവരെയൊക്കെ തോൽപ്പിച്ച് വിവാഹം കഴിച്ചു. സത്യ പറഞ്ഞു എന്താ കാളേനെ പിടിച്ചു കെട്ടിയിട്ടാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭദ്രൻ പറഞ്ഞു ഭദ്രേനെയാണ് ശരിക്കും ആലോചിച്ച് കല്യാണം കഴിച്ചത്. കാരണം അമ്മാമ്മന്റെ മകളായിരുന്നു ഭദ്ര. അങ്ങനെ ഭദ്രനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ലക്ഷ്മണ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചത് അങ്ങനെയൊന്നല്ല പാഞ്ചാലി, പാഞ്ചാലിയുടെ വിവാഹം മാതിരി തന്നെയായിരുന്നു എൻ്റെ വിവാഹവും. കാരണം ആ ലക്ഷ്യം ഭേദിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. അന്ന് നീ എനിക്ക് കേൾക്കണം ഒരു രസം ഉണ്ടായത്. ലക്ഷ്മണ വിസ്തരിച്ച് പറയണ്ട. അപ്പൊ എന്താ ചോദിക്കുമ്പോൾ പറയാണ് അന്ന് അർജുനനും വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിവാഹം കഴിക്കാൻ. കൃഷ്ണന്റെ കൂടെ അർജുനനും ഉണ്ടായിരുന്നു. അർജുനൻ എന്ത് ചെയ്തു? ഈ വില്ലെടുത്ത് കൊലച്ചു. അതാണ് വില്ലെടുത്ത് കൊലച്ച് ആ ലക്ഷ്യസ്ഥാനമാക്കി അമ്പെയ്തു. ആദ്യം അർജുനനാണ് ചെയ്തത്. പക്ഷെ എനിക്ക് മോഹം ഉണ്ടായിരുന്നു, എന്ത് ഭഗവാൻ വിവാഹം കഴിക്കണം എന്ന് എനിക്ക് വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ അർജുനൻ ലക്ഷ്യത്തില്
അമ്പ് എയ്തു. പക്ഷെ എന്തുണ്ടായി? ലക്ഷ്യത്തിൽ കൊണ്ടു, പക്ഷെ അത് മുറിഞ്ഞില്ല. അതുകൊണ്ട് അവിടെയുള്ള ബാക്കിയുള്ള മഹർഷിമാര് പറഞ്ഞു മത്സരം മുഴുവനായിട്ടില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല, വേറെ വല്ലവരും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ എണീറ്റ് വന്നിട്ട് അമ്പ് ചെയ്തിട്ട് ആ ലക്ഷ്യം മുറിച്ച് തന്നെ വിവാഹം കഴിച്ചത് എന്ന് പാഞ്ചാലിയോട് വളരെ കൗതുകത്തോടു കൂടി ലക്ഷ്മണ പറയുകയാണ്. അങ്ങനെ അന്ന് അർജുനനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അർജുനന്റെ ലക്ഷ്യം വന്ന് തെറ്റിപ്പോയി, തൊട്ടേ ഉള്ളൂ, മുറിഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള പത്നിമാര് പറഞ്ഞു നരകാസുരനെ വധിച്ചിട്ട് ആണ് ഞങ്ങളെയൊക്കെ വിവാഹം കഴിച്ചതെന്ന്. ബാക്കി 16,108 മനുഷ്യന്മാരും കൂടി ഒരേ മുഹൂർത്തത്തിൽ ഭഗവാൻ ഞങ്ങളെ കല്യാണം കഴിച്ചു എന്നുള്ള വിവരങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ പറയാണ് ഞങ്ങൾക്ക് ഭഗവാന്റെ ദാസിമാരാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും സാധിച്ചുവല്ലോ, ഭഗവാന്റെ ദാസിമാരാവാൻ വേണ്ടിയിട്ട് സാധിച്ചുല്ലോ, അതിൽ ഞങ്ങൾക്ക് വലിയധികം സന്തോഷമാണ് എന്നൊക്കെ പറയാണ്. അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കണ്ണിക്കണ്ട വർത്താനങ്ങൾ പറയാതെ അവരെല്ലാവരും കൂടി എന്ത് തീരുമാനിച്ചു? ഭഗവത് കഥകൾ പറയാം എന്ന് തീരുമാനിച്ചു. ഒരു സത്സംഗത്തിലെത്തി. അതെന്തുകൊണ്ടാ? കുന്തിയുടെ മരുമകളായിട്ടാണ് ആര്? പാഞ്ചാലി കയറി വന്നേ. അപ്പൊ ആ കുന്തിയമ്മ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് പാഞ്ചാലിയിലും ഉണ്ട്. അതുകൊണ്ട് അവരെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഇത് പറയൂ. അവിടെയും ലൗകിക കാര്യങ്ങളും വരായില്ല, പക്ഷേ ഭഗവാനെ കുറിച്ചിട്ടാണ് അവർ കൂടുതലായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സത്സംഗത്തിൽ ചെന്ന് പെട്ടാലും, വൃന്ദാവനത്തിൽ പോയ ആൾക്കാർ വൃന്ദാവനത്തിൽ അവിടുന്ന് വാങ്ങിച്ച സാരിയുടെയും കാര്യങ്ങളുടെയും കാര്യമല്ലാണ്ട് വൃന്ദാവനത്തിലുള്ള കൃഷ്ണന്റെയും രാധയുടെയും കാര്യമാണ്, അവിടെ കണ്ട അമ്പലങ്ങളിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കൂ എന്നാണ് ഈ അധ്യായത്തിൽ നിന്ന് പറഞ്ഞു തരണേ. നമുക്ക് എവിടെ വെച്ച് കണ്ടാലും ഭഗവത് കഥകളെ കുറിച്ച് സംസാരിക്കൂ, അല്ലാണ്ട് ലൗകിക വിഷയങ്ങളെ കുറിച്ചിട്ടല്ല സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയണ അധ്യായം 10ാമത്തെ അധ്യായത്തിലെ 84ാമത്തെ അധ്യായമാണ്. കാരണം ഭഗവത് ഭക്തിമാരുടെ ഭക്തി കണ്ട് അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. പാഞ്ചാലിക്കും ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് അവർ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് അവിടെ മഹർഷിമാരൊക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഭഗവാൻ വേണ്ട വിധം അവരെയൊക്കെ അങ്ങോട്ട് പോയി സ്വീകരിച്ച് കൊണ്ടുവന്ന് കാലൊക്കെ കഴുകിച്ച് എത്തി ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് എന്താണോ വേണ്ടത് ആ ഉപചാരങ്ങളൊക്കെ രാമനും കൃഷ്ണനും കൂടി ചെയ്യുന്നു. വന്നുള്ള മഹർഷിമാരൊക്കെ വസിഷ്ഠൻ, നാരദൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അഗസ്ത്യൻ, അത്രി, അങ്കിരസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മഹർഷിമാരും ഉണ്ട്. അവരുടെ പേരൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും ഉണ്ട്. പരശുരാമൻ അയാളുടെ ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് രാമൻ വന്നിരിക്കണതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ മഹർഷിമാരും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള അവരോട് കൂടിയിട്ട് ഭഗവാൻ അവരെയൊക്കെ പൂജിച്ച് സൽക്കരിച്ച് എത്തി നമസ്കരിച്ച് എല്ലാവരോടും പറയുകയാണ്, അവരെന്നെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ഗംഗാനദി എല്ലാ പാപങ്ങളെ എങ്ങനെയാണോ കഴുകിക്കളയുന്നത് അതുമാതിരിയാണ് അങ്ങയുടെ ഇവരുടെയൊക്കെ ദർശനം കൊണ്ട് മനുഷ്യരുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ തീർന്ന് നിർമ്മലമാകുന്നു എന്നൊക്കെ പറഞ്ഞ സത്സംഗത്തിനെ കുറിച്ച് പറയാ. ഇവരെ സ്തുതിച്ചു അപ്പോൾ ഭഗവാൻ. അത് കണ്ടപ്പോഴേ മഹർഷിമാർക്കൊക്കെ വലിയ സന്തോഷമായി.
അവരാകെ അന്തം വിട്ട് ഹായ് ഭഗവാൻ നമ്മളെ സ്തുതിക്കുക എന്നുള്ള മാതിരിയൊക്കെ നിന്നു. അവർ വേഗം എന്ത് ചെയ്തു, വേഗം അങ്ങോട്ട് ഭഗവാനെ നമസ്കരിച്ച് തിരിച്ചങ്ങോട്ട് സ്തുതിച്ചു ഭഗവാനെ. അങ്ങയുടെ മഹാത്മ്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കണേ എന്നാണ് മഹർഷിമാർ തിരിച്ചു പറഞ്ഞത്. അങ്ങ് വിചാരിച്ചില്ലായിരുന്നു വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് നേരെ തിരിച്ച് ഭഗവാനെ അങ്ങോട്ട് അവർ സ്തുതിച്ചു. അങ്ങ് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ തരാവണത്. സത്സംഗത്തിനും അവരുടെ മനസ്സിനെ ശുദ്ധാക്കാനും ഒക്കെ സാധിക്കണത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു സ്തുതിക്കുക. ആ സ്തുതിയൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ വസുദേവർക്ക് ഒരു സംശയം. വസുദേവർ വേഗം അവരെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാൻ തന്നെ പുത്രനായി കിട്ടിച്ചാലും എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട്. എന്താണെന്ന് ഇപ്പം എനിക്ക് പറയാനിട്ട് അറിയൂല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പരിഹാരം കാണാം. ഇത് പ്രശ്നം എന്താണെന്ന് അറിയില്ല വെച്ചാൽ പിന്നെന്താ, ആകപ്പാടെ എന്തോ ഒരു സംഭവം, അത്രയേ ഉള്ളൂ. കാര്യം എന്താ നിശ്ചയില്ല. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യനായി ഉണ്ടെങ്കിൽ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യനായ 3 കടം ഉണ്ടാവും. ആ കടം വീട്ടണം. ആ കടം വീട്ടാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് 3 കടമുണ്ട്. ആ 3 കടമാണ്, ഒന്ന് പിതൃകടം, ദേവകടം, ഋഷികടം. അങ്ങനെ 3 കടമുണ്ട്. അങ്ങ് അത് വീട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതൊക്കെ എന്തൊക്കെ കടങ്ങളാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിതൃകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കടം വീട്ടാൻ പറ്റും. അപ്പോൾ പിതൃകടം വീട്ടുക അങ്ങനെയാണ്. കാരണം അവർ വീണ്ടും പിതൃതർപ്പണമൊക്കെ ചെയ്ത് വേണ്ട പിതാക്കന്മാർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തു വന്നോളും. അപ്പോൾ ആ കടം വീട്ടും. നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും ആൾക്കാർക്കുള്ളതൊക്കെ അങ്ങനെ സന്തതി പരമ്പരകൾ കൊണ്ടാണ് അത് വീട്ടുക. അങ്ങനെ പിതൃകടം എന്ന് പറഞ്ഞത് വീട്ടും. പിന്നെ ഋഷികടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പുരാണപാരായണം, ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക, ആൾക്കാർക്ക് അറിയണതൊക്കെ തിരിച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഋഷികടം വീടുക. അതിപ്പോൾ അങ്ങേക്കുണ്ട്. അങ്ങേക്ക് ഞാനുണ്ട്, ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വിവരങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതും അങ്ങ് ആ പുസ്തകമൊക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് സംഭവം. ഋഷികടം വീടാൻ നമ്മൾ ബുക്കുകളൊക്കെ പഠിക്കണം, വായിക്കണം, അത് അറിയണത് മാതിരി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. വായിച്ചിട്ട് തെറ്റ് പറഞ്ഞു കൊടുക്കണമെന്നൊന്നും ആരും പറയണില്ലേ. പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരോരിന്ന് വായിച്ച് പഠിക്കുക, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പം അതും അങ്ങേക്കുണ്ട്. പക്ഷെ ഒരു ദേവകടം ഉണ്ട്, അത് വീട്ടിയിട്ടില്ല പറഞ്ഞു. സന്തോഷമായി വസുദേവർക്ക്. അതാണല്ലേ നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് വസുദേവർക്ക് തോന്നി. അപ്പോൾ ചോദിച്ചു, ഇനി ദേവകടം വീട്ടാൻ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ദേവകടം വീട്ടണമെങ്കിൽ എന്ത് വേണം, യാഗങ്ങൾ ഒക്കെ ചെയ്യണം, അപ്പോഴാണ് ഈ ദേവകടം വീട്ടാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പം യാഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം, യാഗം ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ അത് ചെയ്യണം, അതന്നെ, അപ്പോഴാണ് ഈ ദേവകടം വീട്ടാൻ പറ്റുള്ളൂ. നാരദ മഹർഷി പറഞ്ഞത്, ദേവന്മാർക്ക് അങ്ങയോടൊരു കടമുണ്ട്, അത് വീട്ടാൻ പറ്റുമോ എന്നാണ് നാരദ മഹർഷി ചോദിക്കണേ. കാരണം ദേവന്മാർക്ക് അങ്ങയുടെ മകനായിട്ട് ഭഗവാൻ ജനിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. അതിനൊരു കടമുള്ളത് എങ്ങനെ വീട്ടിൽ തീർക്കാനാണ് സാധിക്കുക എന്നാ പറയണേ. അച്ഛനോടുള്ള ഒരു കടപ്പാട് ഏതെങ്കിലും ഒരു പുത്രന് വീട്ടിൽ തീർക്കാൻ പറ്റുമോ? അമ്മയോടുള്ള കടപ്പാട് ആർക്കെങ്കിലും വീട്ടിൽ തീർക്കാൻ പറ്റുമോ? അതാണ് പറയുന്നത്. അതാണ് നാരദൻ പറഞ്ഞത്. പക്ഷെ വാസുദേവന് നേരെ തിരിച്ചു കൊടുത്തു, എനിക്കൊരു ദേവകടമുണ്ട്, ഞാൻ ദേവനൊരു കടം വീട്ടാണ്ട്, അതുകൊണ്ട് എന്ത് വേണം. അപ്പോഴാണ് ഭഗവാനോട് നോക്കിയത്. നാരദന് മനസ്സിലായിട്ടുണ്ട് എന്ത്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നാരദൻ എന്തും പറയുള്ളൂ. അതും മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ വന്ന ആൾക്കാരെ കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞേക്കാൻ ഉദ്ദേശം ഭഗവാന് അവരുടെ കൂടെ ഇവിടെ താമസിക്കുകയാണ് വേണ്ടേ. അതിന് എന്തൊരു ഉപായം വേണം. വേഗമാണ് ആ ഉപായം കണ്ടത്. അപ്പം യാഗം തുടങ്ങുക. വേഗം വസുദേവർ രാമനെയും കൃഷ്ണനെയും വിളിച്ചു. ഇങ്ങനെ നാരദൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ദേവകടം. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല, അതിന് വേഗം യാഗം തുടങ്ങുക എന്ന് പറഞ്ഞു. വേഗം യാഗം തുടങ്ങി. 13 മാസം നീണ്ടു നിൽക്കണ ഒരു യാഗം. നമ്മൾ കുറച്ച് നേരത്തെ ഗ്രഹണക്കുളിക്ക് വന്ന ആൾക്കാരാണ്. ഗംഭീരമായിട്ട് അവിടെ യാഗം 13 മാസം അല്ല, 3 മാസമായിട്ട് നീണ്ടു നിൽക്കണ യാഗം, 13 മാസമല്ല,
3 മാസം നീണ്ടു നിൽക്കണ ഒരു യാഗം. ആ യാഗം തുടങ്ങിയ സമയത്ത് 3 മാസം ഇപ്പം അവരെന്നെ അവിടെ നിർത്തിയില്ലേ ഒപ്പം. അതായിരുന്നു ഉദ്ദേശം ഭഗവാന്റെ. ആ യാഗമൊക്കെ ഗംഭീരാക്കിയിട്ട് അവരെല്ലാവരും കൂടി എല്ലാ മഹർഷിമാരും ഉണ്ട് അവിടെ. അപ്പം എല്ലാവരും കൂടി വസിഷ്ഠനെ ആചാര്യനാക്കി ഇരുത്തി ഗംഭീരമായിട്ടുള്ള യാഗം നടത്തി. ആ യാഗമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് പോവാൻ പുറപ്പെട്ടു. അപ്പോഴാണ് മഴക്കാലം വന്നു അവിടെ. അതുകൊണ്ടാണ് അവർ പോവാൻ പുറപ്പെട്ടത്, അല്ലാണ്ട് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. കാരണം എല്ലാവരും ഭഗവാനെയും കണ്ട് രസമായിട്ട് അവിടെ കൂടിയിരിക്കുക. അങ്ങനെ പോവാൻ വേണ്ടി പുറപ്പെട്ടു. മഴക്കാലം വന്നു. എല്ലാവരും അതാത് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യണേ. ആ സമയത്ത് ഭഗവാൻ എന്തു പറഞ്ഞു, എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞയച്ചു. ധൃതരാഷ്ട്ര ബാക്കിയുള്ളവരൊക്കെ ഹസ്തിനപുരത്തിലേക്ക് പോയി. പാണ്ഡവന്മാർ പോവാൻ പുറപ്പെട്ടു. ബാക്കിയുള്ള മധുരാവാസികളൊക്കെ പോവാൻ പുറപ്പെട്ടു. വൃന്ദാവനത്തിലുള്ളവരും പോവാൻ പുറപ്പെട്ടു. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തു, വിലപ്പെട്ട ഒരു സാധനം ഭഗവാന് കൊടുത്തിട്ടാ പോയത്. അതാണ് പറയണത്. വിലപ്പെട്ട ഒരു സാധനം ഭഗവാന് കൊടുത്തു. ചിലവർ മനഃപൂർവ്വം അത് മറന്നു വെച്ചു, ചിലവരത് എടുക്കാൻ മറന്നു, ചിലവർ വേണ്ടാന്ന് വെച്ചു. എനിക്കിനി അത് വേണ്ട എന്ന് ഭഗവാൻ അങ്ങനെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി. അതിൽ ഗോപസ്ത്രീകൾ അതൊക്കെ അവിടെ മറന്നു വെച്ച് പോയവരാ. ഗോപസ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഭഗവാൻ എടുത്തോളൂ എന്നുള്ള മാതിരി മറന്നു വെച്ച് പോയ ആൾക്കാരാണ് ആര്? ഗോപസ്ത്രീകൾ. എന്താ സാധനം എന്നല്ലേ? ഹൃദയം. അവരവരുടെ ഹൃദയം ഭഗവാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അതാണ് അവർ സമർപ്പിച്ചത്. അവരുടെ വേറെ ഒന്നുമില്ല കൊടുക്കാൻ. അതുകൊണ്ട് യശോദമ്മയും നന്ദഗോപുരം ഗോപസ്ത്രീകളൊക്കെ അവര് ഹൃദയം, ആ മനസ്സ് ഭഗവാൻ അങ്ങോട്ട് കൊടുത്ത് അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുകയാണ്. അങ്ങനെ അത് ഭഗവാന് കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ പിന്നെ ആ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ അല്ലേ നമ്മുടെ ഹൃദയം ഇരിക്കണേ. അപ്പൊ പിന്നെന്താ പ്രശ്നമുള്ളത്? നമ്മുടെ മനസ്സ് ഭഗവാന്റെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും അവർക്കില്ല. അങ്ങനെ അവരെല്ലാവരും തിരിച്ചുപോയി. ഭഗവാൻ യാദവന്മാരെയൊക്കെ കൂട്ടി ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയണത് 85-ാമത്തെ അധ്യായമാണ്. 85-ാമത്തെ അധ്യായത്തിൽ പറയണത് അവരൊക്കെ ദ്വാരകയിലേക്ക് തിരിച്ചു പോയില്ലോ. അങ്ങനെ ഒരു ദിവസം എല്ലാ ദിവസവും ഭഗവാൻ ദ്വാരകയിലുള്ളപ്പോൾ ദേവകി വസുദേവന്മാരേനെയും ബാക്കിയുള്ള പത്നിമാരേനെയൊക്കെ നമസ്കരിക്കാൻ പോകും. അമ്മേനിയാസിനെയൊക്കെ നമസ്കരിക്കാൻ പോകും. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ദേവീനെ നമസ്കരിക്കാൻ ചെന്നപ്പോൾ ദേവകി പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. രാമനും കൃഷ്ണനും നമസ്കരിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്താ ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ ഈശ്വരന്മാരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് മരിച്ചുപോയ ഈ കൃഷ്ണനേക്കാളും രാമനേക്കാളും മുന്നേ 6 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. കംസൻ കൊന്നുണ്ട്. അവരെന്നെ കാണണമെന്ന് എനിക്ക് മോഹമുണ്ട്. നിങ്ങൾ ഗുരുവിൻ്റെ മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തവരല്ലേ, അതുകൊണ്ട് എനിക്ക് അവരെന്നെ കാണണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെന്നെ കാണിച്ചു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കാലത്ത് നമസ്കരിക്കാൻ വരുമ്പോൾ ഉണ്ണികളെയും കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ വേഗം എന്ത് ചെയ്തു, മഹാബലിയുടെ അടുത്തേക്ക് പോയി. പാതാളത്തിലെ മഹാബലിയുടെ അടുത്തേക്കാണ് അവർ പോയത്. അവിടെയാണ് ആരുള്ളത്? ഈ 6 ഉണ്ണികളുള്ളത്. ഈ 6 ഉണ്ണികൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് സ്വയംഭുവ മനുവിന് ഊർണ എന്ന് പറഞ്ഞ ഭാര്യയിലുണ്ടായ 6 പുത്രന്മാരാണ്. ഇവര് ഒരു ദിവസം ബ്രഹ്മലോകത്തു നിന്ന്
ബ്രഹ്മാവ് സരസ്വതി ദേവീനെ നോക്കണമുണ്ട്. അപ്പോൾ ഒരു കളിയാക്കിയപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നിട്ട് ബ്രഹ്മാവ് ശപിച്ചവരാണ്. അവർ ഹിരണ്യകശിപുവിൻ്റെ 6 പുത്രന്മാരായിട്ട് ജനിച്ചു. ആ പുത്രന്മാരാണ് പിന്നെ പ്രഹ്ലാദനേക്കാൾ മുന്നേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെന്തുണ്ടായത്, ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത്. അങ്ങനെ ഇപ്പോൾ അവരെന്തുണ്ട്, ഇവിടെ ഉണ്ട്. കംസൻ അവരെ വെട്ടിക്കൊന്നപ്പോൾ അവർ വീണ്ടും മഹാബലിയുടെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി രാമകൃഷ്ണന്മാരെ മഹാബലിയുടെ അടുത്തേക്ക് പോന്നു. അവിടെ വന്നപ്പോൾ മഹാബലിക്ക് വലിയ സന്തോഷമായി. മഹാബലി അവരെ പൂജിച്ച് സൽക്കരിച്ചിരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണ്, അവരിനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം മഹാബലി പറഞ്ഞു, അതിനെന്താ കൊണ്ടുപോകുള്ളൂ, പക്ഷെ എനിക്ക് അറിയില്ല ഏതാ കുട്ടികളെന്ന്. അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവർക്ക് ഒരു അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ, അവരും കൂടി സമ്മതിക്കണ്ടേ ചോദിച്ചു. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആ കുട്ടികളോട് ചോദിച്ചു, നമുക്ക് അമ്മേനെയും അച്ഛനെയും കാണാൻ പോകുമല്ലോ ചോദിച്ചാൽ, പിന്നെന്താ ഞങ്ങളിതാ ഭഗവാന്റെ കൂടെ വരികയാണെന്നും പറഞ്ഞ് ആ കുട്ടികളെല്ലാവരും കൂടി ഭഗവാന്റെ കൂടെ പോയി. അതും ദേവിക്ക് ആ കുട്ടികളെ എങ്ങനെയാ അറിയുക, കൊച്ചു കുട്ടികളായിട്ട് അറിയാം, അപ്പം പ്രസവിച്ച കുട്ടികളായിട്ടാണ് അറിയുള്ളൂ. അതേ സ്വരൂപത്തിലാണ് ഭഗവാൻ അവരെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. അപ്പം അമ്മയ്ക്ക് അവരെ കണ്ടോടുകൂടി സ്തന്യം പാല് ചൊരന്നു വന്നു എന്നാ പറഞ്ഞത്. അപ്പം പാല് കൊടുത്തു. എങ്ങനത്തെ പാല്, ഭഗവാൻ കഴിച്ചതിന് ശേഷമുള്ള പാലാണ് ആ കുട്ടികൾക്ക് കൊടുത്തത്. അതോടുകൂടി അവർക്ക് മോക്ഷം കിട്ടി. അവർ നേരെ ബ്രഹ്മലോകത്തേക്ക് പോയി എന്നാണ് പറയണത്. എന്തൊരു അത്ഭുതകരമായ കഥയാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷത്തിനോട് ശ്രീശുഖൻ പറയാ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള കഥകളാണ് ശ്രീകൃഷ്ണ കഥകൾ. ഈ തരം കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാവും, എല്ലാ പാപങ്ങളും നമ്മുടെ തീരും, എന്നിട്ട് മോക്ഷപ്രാപ്തി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ ഒരു ഫലശ്രുതിയും കൂടിയും പറഞ്ഞിട്ട്, എല്ലാ പാപങ്ങളും നശിക്കും എന്നുള്ള ഒരു ഫലശ്രുതിയും കൂടിയും പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.